ഹലോ ഗായ്സ്, അപ്പോൾ തുഫൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ GTA 5 വന്നിട്ടുള്ളത്. ഒരു പണിയില്ല, അപ്പം നമ്മളൊന്ന് കടയിൽ കറങ്ങാൻ കരുതിയാണ് കേട്ടോ. നമ്മളെ സിറ്റിയിലാണ് നമ്മളെ കാർ ഷോറൂം കേട്ടോ. ബെന്നീൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായില്ലേ, അതിപ്പോൾ മൈക്കിളിൻ്റെ ചേട്ടൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അയാളപ്പം എനിക്ക് കായ് തരുന്നില്ല. ബെന്നി ആണെങ്കിൽ എനിക്ക് മാസം ഫീസ് തന്നിന്. അയാൾ പൈസ തരുന്നില്ല. അപ്പോൾ അയാൾക്കൊന്ന് വിളിച്ചെടുക്കാം. ലാമർ എന്നാണ് കേട്ടോ അയാളുടെ പേര്. അടിച്ചോക്കട്ടെ. അപ്പത്തിന് നമുക്ക് പോയോക്കട്ടെ. ഗെയ്സ് എടുക്കുന്നില്ല കേട്ടോ, എടുക്കുന്നില്ല ഗെയ്സ്. അങ്ങനെ ബെന്നിയുടെ വർക്ക് ഇതിലെത്തിട്ടോ. ബെന്നി ഉണ്ടായിരുന്നു ഫസ്റ്റാണ്, ഇപ്പോൾ മൈക്കിളിൻ്റെ കേട്ടോ. അങ്ങനെ അവിടെത്തി. ശരിക്കും ചെറിയൊരു പനിയാണ്, ചെറിയൊരു അസുഖമുണ്ട് കേട്ടോ. വലിയ പറ്റില്ല. ഇവിടെ ഡോർ ലോക്കാണല്ലോ. ഇനിയിപ്പോൾ അപ്പുറം പോയോക്കട്ടെ. ഇവിടെ കുറച്ച് കാർസൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് അതാ നിൽക്കുന്നു കേട്ടോ ബെന്നിൻ്റെ ആള്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയാടാ ഫ്രാങ്ക്ലിന്. എന്തൊക്കെയുണ്ട് എൻ്റെ വിശ്വാസം? അല്ല, എനിക്ക് തന്നെ ക്യാഷ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ എനിക്കൊരു കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിന് ക്യാഷ് കിട്ടിയിട്ട് വേറൊരാൾക്കൊക്കെ പൈസ കൊടുക്കാണ്ട്. ഇപ്പോൾ നീ പോയിക്കോ, ഞാൻ വേറെ ദിവസം വരുമ്പോൾ നിനക്ക് തരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ശരി, ബോയ്. പിന്നെ അത് മറക്കണ്ട കേട്ടോ, 2 ദിവസം കേട്ടോ. ഓക്കെ ബായ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ആളി പറയുന്ന വർത്താനം കണ്ടോ, നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ പൈസ തരാൻ മടിയനാണ്. അപ്പോൾ ഇനിയൊന്നും നോക്കാനില്ല, ഇനി മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തന്നെ കാര്യമുള്ളൂ. മൈക്കിളിൻ്റെ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അല്ല. ഫസ്റ്റൊക്കെ ഞങ്ങൾ ഫ്രണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അല്ല. അപ്പം എന്തായാലും ഇനി പോയോക്കട്ടെ. ഇവിടെ ക്ലീനാണ്, വണ്ടി പോകും. പോകും. അപ്പം നമുക്ക് സ്പീഡിലൊന്ന് പോവാം. മൈക്കിളിൻ്റെ വീട് കുറച്ച് പോയിട്ടാണ്. ഇവിടെ ചെറുതായിട്ടേ കട്ടിയുണ്ട്. അങ്ങനെ നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലെത്തി ഗൈസ്. നമുക്കിവിടെ വണ്ടി വർക്ക് ചെയ്തിട്ട് നമുക്ക് കള്ളം കയറുന്ന പോലെ കയറാം. എന്നിട്ട് അവിടുത്തെ പുല്ലിട്ടുന്ന ഫസ്റ്റ് തച്ചിട്ട് നിലത്ത് കിട്ടണം ഗൈസ്. മുണ്ടാതെ പോട്ടെട്ടോ. കുത്തട്ടോ, മുണ്ടരുത്. 3, 2, 1 ഗൈസ്. എത്തിട്ടോ ഗൈസ്, 1 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചൊന്നിരിക്കുകയാണ്. ചെറിയ പെണ്ണുണ്ട്, അവരിടയ്ക്ക് ചെറിയ പെണ്ണുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ കൂടി ഈ ഒരു ജനലുണ്ട്. ഞാൻ എപ്പോൾ കക്കാൻ ഇറങ്ങുകയാണെങ്കിലും ഈ ഒരു ജനൽ കൂടി മാത്രമാണ് കയറുന്നത് ഗൈസ്. ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടോ. എൻ്റെ ചങ്ങായി സിനാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ഓൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും. നമുക്ക് 100 സബ്സ്ക്രൈബർ ആവാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രോത്സാഹിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് ആൾക്കാർ 2 ആളും കണ്ട. ഇനിയിപ്പോൾ കോലക്കാറാണ് അടിച്ചു കൊണ്ടിട്ടുണ്ട് ഗൈസ്. കോലക്കാറാണ് നമുക്ക് ഇനി അടിച്ചു കൊണ്ടിട്ടത്. ഇതൊക്കെ തന്നെ അല്ലല്ലോ. അതൊക്കെ തന്നെ ആണ്ട് ഗ്യാര കണ്ടക്കണ്ട ആൾക്കാരൊക്കെ നിങ്ങൾ. ഇത് അവിടെ അടിച്ചു മാറ്റണം. നമുക്കിത് പോവാം. പിന്നെ പോകട്ടോ. നമ്മളെ കാർ അവിടെ കിടക്കട്ടെ. നമ്മളെ കാർ അവിടെ നല്ല ചുരുക്കുണ്ട്. നമ്മളെ കാർ കാണുന്നുണ്ടാവില്ല. അതന്നെ അവസ്ഥ. എനിക്ക് ആ സൈഡ് കിടക്കുന്നുണ്ടാവും, വജ്ജ് കിടക്കൂല. അത് കയറും ഗൈസ്. അയാളല്ലേ കളി ചെയ്യണത്? അതല്ലേ നമ്മളെ വർക്ക് ഷോപ്പിലുണ്ടായത് ലാമർ. അയാളെ പേര് ഇപ്പോൾ സൈമൺ എന്നാണ്. നമുക്ക് പോയൊക്കെ എന്തായാലും അയാൾക്ക് നമ്പർ. അയ്യോ ഗൈസ്, പെട്ടു ഗൈസ്, ആകെ പെട്ടു. മൈക്കിളുടെ കാറിൽ ഗൈസ്.
എന്താ ചെയ്യാ ഗൈസ്? കാർ അടിച്ച് മാറ്റണ അടിയിലുണ്ടട്ടാ മൈക്കിളെ ഒന്നും ചെയ്യല്ല മൈക്കിളെ, പ്ലീസ് മൈക്കിളെ, കാർ തിരിച്ചു തരാം മൈക്കിളെ. ഒത്തും പറഞ്ഞിട്ട് കാര്യമില്ലടാ, അതിനോട് കൊല്ലും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. സോറി മൈക്കിളെ, പ്ലീസ് മൈക്കിളെ, ഒന്നും ഇടാ മൈക്കിളെ. ഇല്ലടാ ഫ്രാങ്ക്ലിനെ. എന്താടാ മൈക്കിളെ ഇതിങ്ങനെ? നമ്മൾ ഫസ്റ്റൊക്കെ ഫ്രണ്ട്സ് അല്ലേ മക്കളെ? ഗൈസ് അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മൈക്കിൾ പിടിച്ച് അവൻ തോക്ക് ചൂണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇവിടെ വന്ന് സൈഡാക്കണ്ടേ ചിലപ്പോൾ, അറിയില്ല. എന്തായാലും പോയൊക്കെ എന്തായാലും ഇങ്ങനെ കുറച്ച് നേരം പോകാൻ പറ്റുമോട്ടെ. കുറച്ച് പൈസ തരാടാ, ഞാൻ കുറച്ച് പൈസ തരാടാ. ഗൈസ് അങ്ങനെ മൈക്കിൾ നമ്മൾ കീഴടക്കി ഗൈസ്. അന്നെ എപ്പോഴാ കൊല്ലും കരുതിക്കോ. സോറി മൈക്കിൾ. എന്താടാ ഇപ്പോൾ കൊല്ലും എടാ, സോറിടാ. ഗൈസ് എന്താ ചെയ്യുക ഗൈസ്? വണ്ടി എടുത്തിട്ടാ ബൻ്റെ ചെങ്ങൻ്റെ ഷോറൂമ് കുടിച്ചിന് കയറ്റി. ഗൈസ് ഇതാണ് പരിപാടി. എന്താണോ നീ എന്നെ പൈസ കൊടുക്കില്ല ഇയാളെ? അവിടെ ചെങ്ങ പൈസ കൊടുക്കണം അവർക്ക്. അവർ പോയി, നിന്റെ കഥ ഞാൻ ഇന്ന് കഴിച്ചുട്ടാ. സോറടാ ഒന്നും അടങ്ങിക്കടോ, ഞാൻ അല്ലെങ്കിൽ നിന്നെ ഇപ്പോഴൊക്കെ കിട്ടോ. ഞാൻ പൈസ എടുത്തില്ല, ഞാൻ എൻ്റെ ജോലിക്കാരനാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പൈസ എടുക്കും കേട്ടോ, കരുതിക്കൊണ്ട്. എന്താടാ പറയണത്? അതെ, ഞങ്ങളെ കുടുംബത്തിന് നോക്കാൻ വെക്കട്ടാ. സോറിടാ ഹലോ സോറിടാ.